എടാ സഞ്ജു, എന്തോ നാടകം നിന്റെ കുഞ്ഞമ്മ വെച്ചോ? എന്റെ കുഞ്ഞമ്മ സാൻവി. സാൻവി വെച്ചോ? സാൻവി എന്റെ കുഞ്ഞമ്മ. എടാ സാൻവി ആരും അവിടെ ഞങ്ങൾ വഴക്കിടുമായിരുന്നു. ഇതാണോടാ പിന്നെ ഇത്ര വലിയ കാര്യം? അയ്യോടാ അതല്ലടാ, ഞങ്ങൾ രണ്ടുപേരും കൂടെ അടിയുണ്ടാക്കി. എടാ എല്ലാരും പോവരുത്, എനിക്ക് ഇമ്പോർട്ടന്റ് മാറ്റർ പറയാനൊക്കെ ഉണ്ട്. ആ തുറന്ന നിന്റെ കൊടലുമാല സഹിതം ഞാൻ വലിച്ചു വരും. ചെറുക്കാന്റെ നടുകടലിന്റെ അടച്ചായല്ലോ ഭഗവാനെ. എന്നാലും എനിക്ക് വയ്യ. ഈശ്വര, ഇതൊക്കെ ഭ്രാന്തായോ? ആണ്ടെ അപ്പുറത്തെ മുറിയിൽ ഓർമ്മ ഇരിപ്പുണ്ടല്ലോ. ഞാനിനി വല്ല ഊളംപാറ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒന്നാണോ കയറിയത്? എല്ലാം കൂടെ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നല്ലോ. ഭഗവാനെ, എല്ലാത്തിനും വട്ടായോ? ഈ കൂട്ടത്തിൽ എല്ലാത്തിന്റെ ബോധം അടിച്ചു പോയെന്ന് തോന്നുന്നു. അല്ല, എന്റെ ഡിന്നർ ടൈം ആയല്ലോ. എടാ നിന്നെ അവിടെ ആര് വിളിക്കുന്നുണ്ടല്ലോ? ഞാൻ ആലോചിക്കുക വല്ല ഉഗാണ്ടയ്ക്ക് ഊളംപാറയ്ക്ക് വല്ല വിട്ടാലോന്ന്. ഇനിയിപ്പൊ എന്റെ ജട്ടിയും കൂടെ വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ട് അവക്ക് വല്ല തിന്നാൻ മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. എടാ പോട്ടടാ, ഇനി അത് നടക്കത്തില്ല. അതെന്താ? നിന്റെ ഉണക്ക ചെട്ടി വിട്ട് കഴിഞ്ഞാൽ എന്നാ കിട്ടാനാണ്? 5 പൈസ പോലും കിട്ടത്തില്ല. അയ്യോ താണ്ട വരുന്നു. ജെട്ടി മൊത്തം തൊളയായി. വലിഞ്ഞിപ്പോ ഒരു എലിക്ക് കയറിയിരിക്കാനുള്ള സ്ഥലമുണ്ട്. ആരുവിന്റെ കുടുക്ക പൊട്ടിച്ചിട്ട് വേണം ഒരു പുതിയ ജെട്ടി മേടിക്കാൻ. ജോക്കി തന്നെ ആയിക്കോട്ടെ. ഞാനിതെങ്ങനെ സഹിക്കും? ഇവളെന്തിനാ കരയുന്നേ? എടി എന്നാ പറ്റി? ഏട്ടാ, സാധനത്തിന്റെ ദേവിയുടെ കൊച്ചു മരിച്ചു പോയി ഏട്ടാ. ഓ ഹാദിരയുടെ കൂടെ നിങ്ങളെ വിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് അവൾ എന്തേലും കൊനഷ്ടി നിങ്ങളെ പഠിപ്പിച്ചു വെക്കുന്നു. കണ്ടു, എന്റെ പെങ്ങളെ അവളെ പോലെ സീരിയൽ ഹോളിക്കാക്കി വെച്ചേക്കുവാ. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കുവേ? ഓ ഇവളെ ഞാനിപ്പോ എന്നാ പറഞ്ഞ് സമാധാനിപ്പിക്കും? മോളെ ദേവു, നിനക്ക് ജീടനെ ഞോണ്ടണ്ടേ? ആണ്ടെ അവൻ ഇരിക്കുന്നു. അയ്യോ, ഞാനത് മറന്നു. എന്നാ പോയി ഞോണ്ടിട്ട് വരാവേ. അത് ശരി. ഇവളെന്നെ ഇത്ര നേരം ഇവിടെ ഇരുന്ന് കണ്ണീരും പൊഴിപ്പിച്ചോണ്ടിരുന്നത്? ഓഹോ, ജീടനെ ഞോണ്ടാനായിട്ട് ഇത്ര ഇൻട്രസ്റ്റ് ആണോ? ഇവളെന്റെ പെങ്ങള് തന്നെ. ഇതിപ്പോ എങ്ങനെ ഒന്ന് എടുക്കുക? നശിപ്പിച്ച് ഇതിനെ എപ്പ അടുക്കള കയറ്റാലും ഇങ്ങനെ തന്നെയാണല്ലോ ഭഗവാനെ. നിങ്ങൾക്ക് പൊട്ടിക്കാനല്ലാതെ വേറെന്തിനേലും അറിയാവോ മനുഷ്യ? അതിനോ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഇനിയൊന്നും കൂടുതൽ കൊണക്കണ്ട. ആനന്ദേ ഏറ്റുപോടാ പരന്നാറി. ഞാനിപ്പോ എന്നാ ചെയ്തേ? എന്താ ഇപ്പൊ ഇവിടെ കിടക്കുന്നേ? രാജവെമ്പാലേ മോളെ സാൻവി. എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. തോന്നുന്നില്ലേ? ഇതെന്നാ രാജവെമ്പാലയാ? ഞാൻ ശരിക്കും രാജവെമ്പാല അതേണ്ട എഴയൊക്കെ ചെയ്യും. തറ തുടയ്ക്കാൻ മറന്നു പോയായിരുന്നു. താങ്ക്സ് ആണ് ദേവൂട്ടാ. അതെന്നാ ഓണച്ച പരിപാടിയാ കാണിച്ചേ? ഓ, എന്റെ ഡ്യൂട്ടിക്ക് സമയമായി. ആര്? ഞാൻ വരുന്നു. എന്നാ ഞാൻ പോവാണേ. ടാറ്റാ ബൈ ബൈ. ഇനിയിപ്പോ 3ാം ലോകമഹായുദ്ധം കൂടെ കാണാൻ വയ്യ. ഈശ്വര, ആ വെറുതെ എനിക്കിട്ടുള്ള പണിയാണല്ലോ. അളിയാ, നിങ്ങൾ എന്നെ മറന്നാടാ. നീ ഏതാടാ പോട്ടാ? എടാ ഞാൻ ശർക്കരയാടാ. ശങ്കറാടാ. ഓ, എന്റെ പൂച്ച ഇവിടെ വരുന്നു. വാ, നമുക്ക് പോവണ്ടേ? എടാ എന്നെയും കൂടെ കൊണ്ടുപോകാൻ പേട്ടാവളിയന്മാരെ അല്ലേ ചേച്ചി എന്നെ വലിച്ചു കീറും. കണ്ണുപൊട്ടനെ പോലിരിക്കാം. അല്ല എന്തൊരിതാത്? പെണ്ണെ എന്റെ പിന്നാലെ നടക്കുന്നത് നിർത്തുന്നുണ്ടോ? അതെന്നാ കുഞ്ഞു വർത്താനാ പറയുന്നത്? ഞാൻ നിർത്തത്തില്ല, പോടാ. ഇത് ഊനൂറ് വീഴ്ചലായോ? എടാ ഞാനിവിടെ കുറച്ചു ദിവസം ഇല്ലാത്ത സമയത്ത് ഇവിടെ എന്താടാ നടന്നത്? അതൊരു വലിയ കടവട ഇനെന്തോ പറയൂല്ലോ. കഥയായിരിക്കും. അത് തന്നെ. മലയാളത്തിലല്ലേ പെണ്ണുമ്പിള്ള ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമല്ലെന്ന്? ഓ, അതിനു മുമ്പേ ഞാൻ പെണ്ണുമ്പിള്ളയായോ? സാൻവി, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ഞാനും സീരിയസ്. ഞാൻ പഴയതെല്ലാം മറന്നു. പക്ഷെ എനിക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. പ്ലീസ് ഒന്ന് ക്ഷമിച്ചോടെ. ഇനി പൊട്ടം കളിക്കാൻ വയ്യാത്തോണ്ടാ. എന്നെ പൊട്ടനാക്കി അത്രയും വരത്തില്ലല്ലോ. എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാ, മറക്കാൻ പറ്റാത്തോണ്ടാ. ആയിരിക്കാം, പക്ഷെ എനിക്ക് നിന്നോടാ ഇഷ്ടം വേണ്ടേ? എനിക്കതില്ല. അപ്പോ ആ ഇഷ്ടമാണെന്ന് പറഞ്ഞ കുട്ടി എന്റെ കസിനാ. അവള് കഴിഞ്ഞിടയ്ക്ക് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഞാൻ റിപ്ലൈ ഒന്നും പറഞ്ഞില്ല. എനിക്ക് അവളെ ഒന്ന് പ്രപ്പോസ് ചെയ്യണമെന്നുണ്ട്. കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ മറന്നോളാം. പിന്നെ എന്തൊരു ഹെൽപ്പ് വേണേൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം കേട്ടോ. വാവേ, നീ എന്നെ ഒന്നും കഴിക്കാഞ്ഞേ? ഒന്നുമില്ല ഏട്ടാ, വിശപ്പില്ലായിരുന്നു. നീ കരയുമായിരുന്നോ? അങ്ങനൊന്നുമില്ല. ആ കണ്ണ് തുടച്ചിട്ട് കാര്യം പറ. എന്താടാ കരയാത്ത കാര്യം പറ. ഞാൻ തോറ്റുപോയി ഏട്ടാ, അരുണിന്റെ കാര്യത്തില് തോറ്റുപോയി. ഇനി അവന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമില്ല. ആ പഴയ സ്ഥാനം എനിക്ക് തിരിച്ചെടുക്കാനും പറ്റില്ല. തോറ്റുപോയി. ഇത് നശിച്ച നേരത്താണോ എനിക്ക് അവനോടങ്ങനെ പറയാൻ തോന്നിയത്? ഏട്ടൻ പറഞ്ഞത് ഏട്ടാ ശരി. അവൻ എനിക്ക് വിധിച്ചിട്ടുള്ളത് കിട്ടുള്ളൂ. എനിക്ക് അവനെ വിധിച്ചിട്ടില്ല. നഷ്ടപ്പെടാനാ യോഗം. ദൈവം അതാ തീരുമാനിച്ചത്. വാവേ കരയാതടാ. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ കരയുവാണോ വേണ്ടേ? ഏട്ടന്റെ വാവ സ്ട്രോങ് അല്ലേ? വാ എല്ലാം ഒന്ന് കഴിക്കാൻ നോക്ക. ഏട്ടാ. എന്താടി? ഏട്ടാ, സാൻവി ഒന്നും കഴിക്കുന്നില്ല, ഒരേ കരച്ചില്ല. എനിക്കിപ്പോ ഉള്ള കാര്യത്തിൽ നിർത്താനൊന്നും പറ്റത്തില്ലല്ലോ. പറഞ്ഞു മനസ്സിലാക്കാനല്ലേ പറ്റൂ. എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ? അവക്ക് നഷ്ടപ്പെട്ടത് തന്നെയല്ലേ. നിങ്ങളാരും എന്താ എന്റെ കാര്യം ചിന്തിക്കാതെ? അന്ന് അവള് നാക്കിനൊരു ലൈസൻസും ഇല്ലാതെ തന്നെ അത്ര എന്നോട് പറഞ്ഞത്. അവള് പറഞ്ഞ തെറ്റാ, എന്നാലും ഒന്ന് ക്ഷമിക്കാൻ ശ്രമിച്ചൂടെ? എനിക്ക് വേറൊരാളെ ഇഷ്ടമാ. അവളെ മാത്രം എനിക്കിഷ്ടം. ഞാന് അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. ഏട്ടന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഗായ്സ്, ഇനി ഒരു വഴിയേ ഉള്ളൂ. ആ കാർത്തിനെ ഏത് പാതാളത്തിൽ ചെന്നിട്ടാണ് തപ്പിയെടുത്തോണ്ട് വരണം. അവനല്ലേ ഈ പ്രശ്നത്തിന്റെ ഒക്കെ തുടക്കം. എന്തായാലും ഞാൻ അവനെ പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. എന്തായാലും ഒരു വിവരവും കിട്ടാതിരിക്കത്തില്ല. ഗായ്സ്, നിങ്ങളെല്ലാരും ഒരു കാര്യം അറിഞ്ഞോ? എന്താടാ ദേവട്ടാ, ഇനി കാർത്തിയെ പറ്റി വല്ല വിവരം കിട്ടിയോ? കാർത്തി സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആ. 2 കൈയും കാലും ഒക്കെ ഒടിഞ്ഞു. എന്താ പ്രശ്നമൊന്നും അറിയത്തില്ല. ആ കാർത്തി സാനിയോട് തെണ്ടിത്തരം പറഞ്ഞു, അത് മാത്രമേ അറിയത്തുള്ളൂ. ഏട്ടാ, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനാ ചെയ്തത്. അല്ല, എന്തിന്? കാർത്തി അന്ന് സാനിയോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം. എടാ, കാർത്തി സാനിയോട് എന്താ പറഞ്ഞത്? എന്താടാ കാർത്തി പെട്ടെന്ന് കാണണമെന്നും പറഞ്ഞു വിളിച്ചത്? എടി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനായിട്ടുണ്ട്. എന്താണെല്ലാം പറഞ്ഞോ? എടി, എനിക്ക് നിന്നെ ഇഷ്ടമാ. കുറെ നാളായി പറയണമെന്ന് വിചാരിക്കുന്നു. എടാ കാർത്തി, നിനക്ക് എല്ലാം അറിയാലോ എനിക്ക് ആരും ഇഷ്ടമാണെന്ന്. എനിക്ക് അവന്റെ സ്ഥാനത്ത് വേറെ ആരെയും സങ്കല്പിക്കാൻ പറ്റത്തില്ല. സോറി. ഇനി ഞാനൊരു നല്ല ഫ്രണ്ടായിട്ട് മാത്രമാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്നെ മറക്കണം. എനിക്ക് നിന്നെ അങ്ങനെ സങ്കല്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കടാ. നമുക്കിടയിൽ ഇങ്ങനൊന്നും വേണ്ട. ഞാൻ വന്നതിന് ശേഷമല്ലേ ആരും ഒക്കെ വന്നത്. നിനക്ക് എന്നെ ചൂസ് ചെയ്താൽ പോരെ? സോറിടാ, എനിക്ക് ആരും ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് നിന്നെ ഇഷ്ടം, അത് മാത്രമേ എനിക്ക് അറിയേണ്ടതുള്ളൂ. കാർത്തി, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുക. എനിക്ക് നീ ഒന്നും പറയാനില്ല, ഞാൻ പോവാ. എങ്ങോട്ടാ ഇത്ര തിടുക്കിട്ട് പോവാൻ നിൽക്കുന്നത്? കാർത്തി, കയ്യിന്ന് വിട്. നീ എന്നെ കാണിക്കുന്നേ? ഇത്ര ചീപ്പായിട്ട് ചിന്തിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ എനിക്കിതിനെ കാണണ്ട. അത്രക്കിറപ്പാണേ വേണ്ട. ഇവിടെ നിന്നൊരു ഹോട്ടലിൽ റൂം എടുക്കാൻ അത്ര പാടൊന്നുമില്ല. ഒരു നൈറ്റ് അത് മതി. അത് കഴിഞ്ഞിട്ട് നീ ആരെ കെട്ടിയാലും സ്നേഹിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. നീ ഇത്ര ചീപ്പായിട്ട് ചിന്തിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. നീ എന്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ എനിക്ക് മാനക്കേടാ. സാൻവി, ഇതെന്താ നീ ഞങ്ങളോട് പറയാതിരുന്നത്? അവൻ എനിക്ക് കിസ് ചെയ്യുന്ന ഫോട്ടോ അവന്റെ ഫോണിലുണ്ട്. അത് വെച്ച് അവൻ എന്നെ കുറെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി. ആ ഫോട്ടോ അവന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കൈ കിട്ടാതെ ഇതൊന്നും എന്റെ ആവത്തില്ല. ഏട്ടാ, സത്യം നിങ്ങൾ കേട്ടോ? ഇപ്പോഴേലും നിങ്ങളിത് എല്ലാരും 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് പാലിക്കുക, അല്ലെ ഇത് നമ്മളെ പിടിച്ച് മുക്കി കയറ്റി വലിച്ചെടുക്കും. എടാ സഞ്ജു, നീ അവിടെ നിന്നേ. എന്താടാ അളിയ, നിനക്കെങ്ങനെ സാൻവിയുടെയും കാർത്തിയുടെയും കാര്യം അറിയാം? നിനക്കെങ്ങനെ അറിയാവോ അങ്ങനെ എനിക്കറിയാം. അവൻ ഹോസ്പിറ്റലിലായെന്ന് പറഞ്ഞ് ഞാനവനെ കാണാൻ ചെന്നിരുന്നു. അവൻ എന്നോടെല്ലാം പറഞ്ഞു. നീ അവനെ എടുത്തിട്ട് പെരുമാറിയെന്ന്. ഓ, അറിഞ്ഞു. ഇനിയിപ്പൊ ഇതാരോടെങ്കിലും പറയാൻ നിന്നാല നിന്നെ തൂക്കിയെടുത്ത് എറിയും ഞാൻ. ഓ, ഞാൻ ആരോടും പറയത്തില്ല. പിന്നെ എന്റെ പെങ്ങളെ കുറെ കരയിക്കാൻ നിക്കല്ലേ. പോടാ, അതെന്റെ ഇഷ്ടം. അല്ല, നിനക്കിത് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ നീ അങ്ങനെ ഒരു റിയാക്ഷൻ അവിടെ വെച്ചിട്ടത്? എടാ, ആ തെണ്ടി അവളെ കിസ് ചെയ്തെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നടാ. മിക്കവാറും അവന്റെ ദേഹം മൊത്തം ഞാൻ തളർത്തിയിടും. ഹോസ്പിറ്റലിൽ കയറി അടിക്കാനായിട്ട് എനിക്ക് ഒരു നാണവും ഇല്ല. എന്റെ കൂടെ ഞാനുണ്ടടാ. പിന്നെ ആ ഫോട്ടോ കയ്യിലും എടുക്കണം.
അതാ ഞാനും ഇപ്പൊ ആലോചിക്കുന്നത്. പിന്നെ എനിക്ക് നിന്നെ ഓർത്ത് ഭയങ്കര സങ്കടം ഉണ്ടടാ. എന്തിന്? സാൻവിയുടെ ഫസ്റ്റ് കേസ് നീ അല്ലല്ലോ. വിഷമിക്കണ്ടടാ, നിനക്കവളുടെ സെക്കൻഡ് കേസ് ആവാം. എടാ നീ ദേഷ്യപ്പെടത്തില്ലേ? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ? ആ പറ. ഞാൻ അവളുടെ ഫസ്റ്റ് കിസ്. എപ്പോ? അത് പിന്നെ ഒരു ദുർബല നിമിഷത്തില്. മൊത്തത്തിൽ എത്ര തവണ അടിച്ചിട്ടുണ്ട്? ഒരു 3-4 തവണ. പേടിക്കണ്ട, ഫ്രഞ്ച് 2 തവണ അടിച്ചിട്ടുണ്ട്. എടാ പരനാറി, കൂടുതൽ പറയല്ലേ. പറയാൻ വന്നു കഴിഞ്ഞ് എനിക്ക് കൊണ്ട് കുറെ പറയാൻ. അയ്യോ അളിയൻ എന്റെ അളിയ ഇങ്ങനെ ഒരു ചെറിയ കാര്യം പറയുമ്പോൾ തന്നെ പിടയും കൊള്ളും കൊച്ചി കല്ല്. നീ ഏത് രീതിയിൽ തന്നെ അളിയാന്ന് വിളിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. എന്നാ പിന്നെ എന്തിനാ മിണ്ടാതെ നിൽക്കുന്നേ? നിന്നെയൊക്കെ ഞാനൊന്ന് കാണാനിരിക്കുവായിരുന്നു. എന്തിനാണ് അവളെ എന്റെ റൂമിൽ പിടിച്ചൊന്ന് കൂട്ടിക്കിട്ടത്? ഞാൻ എങ്ങനെയാ ഒന്ന് കൺട്രോൾ ചെയ്തെന്ന് എനിക്കേ അറിയത്തുള്ളൂ. ഇതൊക്കെ അല്ലേടാ ഒരു രസം. കൂടുതൽ രസിക്കല്ലേ. ഞാൻ കുറച്ച് സമാധാനം കിട്ടിയത്. വിശക്കുന്നു ചോദിച്ച ബാക്കി എന്തും നീ പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി അത് തന്നെയാണ് പ്രശ്നം. ഇപ്പൊ തിന്നൊന്നും ദഹിക്കട്ടെടി. അതൊക്കെ ദഹിച്ച് പണ്ടാരം അടങ്ങി എത്ര സമയമായി. നിങ്ങൾ എനിക്ക് വേറെ തിന്നാതാ. സഞ്ജു, ഒരു ലോൺ എടുത്ത് തരട്ടേടാ. ഇതൊക്കെ കാണുമ്പോഴേ ഞാൻ എത്ര ഭാഗ്യവതിയാന്ന് ഓർമ്മ വരുന്നത്. അത് തന്നെ, ഒന്നുമില്ലല്ലോ ഞാൻ ഈ പൊട്ടനെ പോലെയല്ലോ. നിനക്കൊരു ബുദ്ധിയുള്ള ബോയ് ഫ്രണ്ടിനെ കിട്ടിയത്. അയ്യ, ഒരു ബുദ്ധിയുള്ളൊരു ബോയ് ഫ്രണ്ട്. ചക്ക കാണിച്ചാ തേങ്ങയാന്ന് പറയുന്നവനായി പറയുന്നത്. അതെ, ഷഡില്ലാത്തവൻ പാരില്ലാത്തവനെ കളിയാക്കരുത് കേട്ടോ. അതെന്നാ ഞാൻ വർത്താനോ പറഞ്ഞത്. ഞാൻ ചെട്ടി എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നന്ദാ, നീ അങ്ങനെ പറയരുതായിരുന്നു. എടാ കൊച്ചിന് സത്യമല്ലേ പറയാൻ പറ്റൂ. അതൊരു തുണി എടുക്കാത്ത സത്യം. ആഹാ, ഇവിടെ ജീവനോട് ഇരിപ്പുണ്ടായിരുന്നോ? ഇല്ലടാ, ഞാൻ ശ്മശാനത്തിൽ പോയിരുന്നു. എപ്പോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെടാ, ഞാൻ നിന്റെ കുഞ്ഞമ്മയുടെ കൂടെ പോയത്. അതുകൊണ്ട് നിന്നോട് പറയാതെ പോകാൻ പറ്റത്തില്ല. ഓ ഐ സീ. കളിയാക്കിയാ പോലും അറിയാത്തൊരു പോട്ടെ. അതിനാ നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് പറയുക. നിനക്ക് ഇതിനേക്കാളും നല്ല ബന്ധം കിട്ടും. ഇവനെ ഇപ്പൊ തന്നെ പെരുക്ക പഠിച്ചു. കുടുംബം കലക്കാൻ നോക്കുന്നോടാ തെണ്ടി. എനിക്ക് ഇങ്ങനെയൊക്കെ അല്ലേടാ സഹായിക്കാൻ പറ്റൂ. നീ ഇപ്പൊ അങ്ങനെ കൂടുതൽ ഉണ്ടാക്കണ്ട. അവിടെ മിണ്ടാതിരുന്നു. വേണ്ട, ദേവു വരുന്നുണ്ട്. ദേവു വരുന്നതിന് ഞാനിപ്പോ എന്നെ കാണിക്കണം? അവളെന്തെങ്കിലും പറഞ്ഞ എനിക്ക് ഗ്രാസ് ആണ് ഗ്രാസ്. ഇങ്ങോട്ട് വന്നേ. ആ എന്താ ദേ വരുന്നു. ഇത്ര നേരം ഇവിടെ ഇരുന്ന് കൊണയടിച്ചവനല്ലേ ആ ലാത്തി പോന്നെ. ഓ, എല്ലാം കിഴങ്ങന്മാരാ, നീ ഉൾപ്പെടെ. അതൊരു പരമസത്യം. ഇവിടെ എല്ലാത്തിനും കിളി പോയതല്ലേ. നീയും ഇവിടെ തന്നെ ഉള്ളതാണ്. എല്ലാം കൂടെ നിർത്തുന്നുണ്ടോ? എനിക്ക് സമാധാനമായിട്ടിരുന്നു മോങ്ങണം. ഓ ഭാവി, ഇതൊക്കെ അല്ലേടാ ഒരു ഫണ്ണ്. അതെ, കൂടുതൽ കൊണയടിക്കാൻ നിൽക്കണ്ട കേട്ടോ. അവള് വീട്ടില് തീ പിടിച്ചാ നിൽക്കുന്നത്. നിന്നേട് തീർന്നു കളയും. അത് ശരിയാ, മിണ്ടാതിരിക്കാം. അല്ല, 5 മിനിറ്റ് മുമ്പ് ഇവിടെ എടുത്ത് നിൽപ്പുണ്ടായിരുന്നല്ലോ. അവളെന്തിയെ? എന്റെ ഏട്ടൻ മിന്നായം പോലെ പോയോ എന്നൊരു ഡൗട്ട്. ആ കൂട്ടത്തിൽ മിന്നായം പോലെ പോയെന്നാ തോന്നുന്നു. ഡൗട്ടല്ല, അത് തന്നെയാ സത്യം. ഇവളോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ലല്ലോ. അവന്റെ പുറകെ പോവരുത് പോവരുതെന്ന്. എങ്ങനെ കേൾക്കാനാ? ആരുടെയാ പെങ്ങള്? താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെന്റ്. മെൻഷൻ നോട്ടാ. പറയാതിരിക്കാൻ പറ്റത്തില്ല, രണ്ടും ചേരും. അതൊരു തുണി എടുക്കാത്ത സത്യം. ആണ്ടത് പിന്നെ മുട്ടി മുളച്ചാ. യവന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ബൾബ് കത്തുന്ന പോലെ സ്വിച്ച് ഇട്ടാവരും സ്വിച്ച് ഓഫ് ചെയ്താ പോവും. ആ സ്വിച്ച് ദേവു അല്ലേ? അല്ലടാ, നിന്റെ മറ്റവള്. എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല. ഇതിങ്ങനെ വേറെ ഇതാവാതെ നമുക്കിതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എന്റെ പൊന്നു മമ്മി പറയുന്ന പോലെ ഒന്നും അല്ല ഇതിന്റെ പോക്ക്. ഇത് കേൾക്കുമ്പോ എനിക്ക് എന്റെ കാര്യം ഓർമ്മ വരുന്നത്. ഇവന്റെ തന്ത എന്നെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങേറെ കല്യാണത്തിന് എന്നിട്ടാ ഞാൻ യെസ് പറയുന്നത്. പിന്നെ അവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോരുമായിരുന്നു. ഇത് അവന്റെ വല്ല അടവുമായിരിക്കും. അല്ല ആന്റി, ശരിക്കും ബൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിനക്കല്ലേടി ഏറ്റവും കുരുട്ട് ബുദ്ധിയുള്ളത്. നീ കൊച്ചിനെന്തിനും അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. അത് തന്നെ, കുരുട്ട് ബുദ്ധിയിൽ മമ്മിയെ തോപ്പിക്കാൻ വേറെ ആരുമില്ല. നമുക്ക് ഈ പ്രപ്പോസൽ കലക്കണം മമ്മി. അത് തന്നെ, എങ്ങനെയും കലക്കണം. എടി, പഴം വല്ലോണ്ടോടി തിന്നാനായിട്ട്? വല്ല വിരളം നോക്കിക്കൊണ്ടിരിക്കും. ഓ പണ്ടാരം വിശക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രപ്പോസൽ നമ്മൾ എങ്ങനെയും കലക്കി കൈ കൊടുക്കണം. എനിക്ക് ഉറപ്പാ അവൻ ഇവളെ ചുമ്മാ പറ്റിക്കാൻ പറയുന്ന. അല്ലെങ്കിൽ ഇവൾക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് അവൻ വേറെ ഏതൊരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും, ചുമ്മാ വലിയ ആളാവാനായിട്ട്. ഇനി എങ്ങാണോ അവൻ പ്രപ്പോസ് ചെയ്യുന്ന പെണ്ണ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ, ഓ മൈ ഗോഡ് മോളെ, നിന്റെ ജീവിതം തടയുക. നിന്നെ സമാധാനിപ്പിക്കാനല്ലാതെ പേടിപ്പിക്കാനല്ല കൊണ്ടുവന്നത് ഇവിടെ. ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ അറിയാത്ത കിഴങ്ങൻ. എന്റെ പൊണ്ണ് തന്നപ്പടി അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യവും സെറ്റാ. എനിക്കതിനൊരു പ്ലാൻ ഇല്ലാതാ പ്രശ്നം. എനിക്കതൊന്നുമല്ല മനസ്സിലാവാത്തത്. നിനക്കെന്റെ പൊണ്ണോട് ദേഷ്യമില്ല, പിന്നെ എന്തിനാടാ നീ അവളെ അവോയ്ഡ് ചെയ്യുന്നത്? പാവം എന്റെ കൊച്ച്. ഇന്നലെയും കൂടെ വിളിച്ച് എന്നോട് പരിഭവം പറഞ്ഞിരുന്ന കരയുമായിരുന്നു.
അല്ല എന്നെ കുറെ പുറകെ നടത്തിച്ചതല്ലേ, ഇനി അവള് കുറച്ച് അനുഭവിക്കട്ടെ. അല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു പ്ലാൻ പറ. ഇതിൻ്റെ ഇത്ര ആലോചിക്കാനൊക്കെ എന്തായിരിക്കുന്നത്? നീ അവളോട് ആ കാര്യം ഒന്ന് തുറന്നു പറഞ്ഞാൽ പോരെ? എടാ മോനെ, എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്. ആ അങ്കിൾ എന്താ പറ. നീ അവളെ പറ്റി ഒരു പാട്ടങ്ങ് എഴുത്. ആ ബെസ്റ്റ്. സരിഗമപ്പാന്ന് എഴുതാൻ പറഞ്ഞാൽ ഷവർമാന്ന് എഴുതുന്നവനാ. നീ നടക്കുന്ന വല്ല കാര്യവും പറയടാ. നിങ്ങൾ അതൊക്കെ വിട്, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അതൊന്ന് കേൾക്ക്. എടാ നീ ബൊക്കെ റിങ്ങൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നീ അവളെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് ക്ഷണിക്ക്. എന്നിട്ട് അവൾ വന്നിരുന്നിട്ട് അവളെ ഇത്തിരി മൂപ്പിക്കണം. എന്ന് വെച്ചാൽ നീ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന പെണ്ണിനെ പറ്റി നല്ലതൊക്കെ അവളോട് പറയണം. അവളത് കേട്ട് കണ്ണും തള്ളിയിരിക്കും. എന്ന് വെച്ചാൽ അവൾ വിശ്വസിക്കുന്ന രീതിയിൽ വേണം നീ ആ പെങ്കുച്ചിനെ പറ്റി പറയാനായിട്ട്. ഞങ്ങളപ്പോൾ അവിടെ ആ ബൊക്കെ റിങ്ങൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. നീ അവളോട് എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തോട്ട് വരണം. എന്നിട്ട് അതും മേടിച്ചുകൊണ്ട് അങ്ങ് പോയാൽ മതി. നീ തിരിച്ചു പോകുമ്പോഴത്തേനും ഞങ്ങൾ അവിടുത്തെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ. അവൾ ഭയങ്കര കൺഫ്യൂസ്ഡായി നിൽക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു പ്രപ്പോസൽ അവൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. അങ്ങനെ ഒരു പ്രപ്പോസലാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്റെ തന്തപ്പടിക്ക് ഇത്രയ്ക്ക് ബുദ്ധിയാ. അങ്കിളിന് നല്ല വിവരം ഉണ്ടല്ലോ. പിന്നെ ഈ ദേവൂട്ട മാത്രം എന്നെ എങ്ങനായി പോയേ? അതവൻ അവൻ്റെ തള്ളയുടേന്ന് കിട്ടിയതാ. എടാ പൊട്ട, അങ്കിള് നിന്നെ ആക്കിയതാ, അല്ലാതെ പൊക്കി പറഞ്ഞൊന്നും അല്ല. എന്നാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ഈ വളന്തരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോളെ, എന്റെ മോനായോണ്ട് പറയുമല്ല, അവൻ നിന്നെ ഒരിക്കലും ഈ പ്രപ്പോസൽ കലക്കാൻ സമ്മതിക്കത്തില്ല. വിട്ടു കൊടുക്കരുത്. അതൊക്കെ ഞാൻ ഏറ്റാണ്ടി. മോനെ, എൻ്റെ മോളായോണ്ട് പറയുമല്ല, കുരുട്ടുബുദ്ധിക്ക് കയ്യും കാലും വെച്ച സാധനമാ അത്. വേണമെങ്കിൽ നീ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന പെണ്ണ് സൈനൈഡ് കലക്കി കൊടുത്താലോ എന്ന് വരെ ആ കുരുട്ടി ചിന്തിച്ച് കാണുക. അതുകൊണ്ട് ബി കെയർഫുൾ. അവൾ എന്ത് പണി കാണിച്ചിട്ടാണേലും ഇത് കലക്കാൻ നോക്കും. വിട്ടു കൊടുക്കരുത്. അപ്പൊ ഞാനിപ്പോ ഡേഞ്ചർ സോണിലല്ലേ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. നീ ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അവളൊന്നും കലക്കി തന്നില്ലല്ലോ. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. വണ്ടർഫുൾ. നാളെ ഒന്നും അറിയാത്ത പോലെ കോളേജിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് നൈറ്റ് ആകുമ്പോൾ അവളെ പ്രപ്പോസ് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്യാം. ഓക്കെ അങ്കിൾ, എല്ലാം സെറ്റാക്കാം. സാൻവിനെ കണ്ടില്ലല്ലോ. ഇനി അവള് വരാതെ വല്ലായിരിക്കുമോ? എല്ലാരോടും ഞാൻ ആ പ്രപ്പോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാലും കുളവാക്കിയേക്കരുത്. ഞാനിപ്പോ ഒരു അഡാർ ഐറ്റം കാച്ചി കാണിച്ചു തരാം. ഇന്ന് ആരുനെ കാണാൻ നല്ല ഹാൻഡ്സം ആയിട്ടുണ്ടല്ലേ. എന്തായാലും ഇന്ന് പോയിട്ട് പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന കൊച്ചു എന്തായാലും ഇവനെ കണ്ട് വീഴും. ഈ പൊട്ടനെ കണ്ടിട്ട് വീഴാനോ? വരുന്ന പെങ്കൊച്ച് കണ്ണുപൊട്ടിയൊന്നും അല്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ ഇവനെ കണ്ടൊക്കെ ആര് വീഴാനാ? മോളെ സാൻവി, നിന്റെ രോഗത്തിനുള്ള മരുന്ന് ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല. എടാ, വട്ടിനുള്ള ഗുളികയൊക്കെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ആളാ? അല്ലടി, കുശുമ്പിനുള്ള മരുന്ന്. അത് ശരിയാ, ആ ഗുളിക ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അയ്യ, ആർക്ക് കുശുമ്പ്? നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? എനിക്കെന്നാ പറയാൻ നാക്കില്ലേ? നാക്കൊണ്ടേ അത് വായി കിടന്നാ മതി കേട്ടോ. നിങ്ങളെല്ലാരും വന്നോ? സാൻവി, ഇന്ന് തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പറഞ്ഞോടാ, പറഞ്ഞു. ഇന്ന് വൈകിട്ട് വരെ നീ ഇത് പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ കാണാൻ എത്ര പ്രത്യേക. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ അവളെ മര്യാദയ്ക്ക് നോക്കിയിട്ട് വേണ്ടേ. ഇന്ന് ക്ലാസ്സിൽ കയറാൻ ഒട്ടും മൂടില്ല. അപ്പൊ ശരിയടാ, എനിക്ക് ക്ലാസ്സിൽ കയറിയിട്ട് ഇറച്ചിട്ടുണ്ടേ. ആര് പറഞ്ഞില്ല അവൻ പേടിച്ചോടിയതാന്ന്? ഈ പൊട്ടന്മാരൊക്കെ ഇത് എവിടെ പോയി കിടക്കുവാണോ എന്തോ. ഇവിടെ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. എന്റെ അടുത്ത് ഇല്ല, നിനക്ക് അടുത്ത് സ്വന്തമായിട്ട് നിന്നോടെ മനുഷ്യ. നമ്മൾ തമ്മിൽ എന്റെ കൊണ്ടോ? ഉണ്ട്. എനിക്ക് വേറെ മേടിച്ചു തന്നോണേ. നിങ്ങൾ ഈയിടെയായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. എന്റെ കൈ വിട്ടു പോയി കഴിഞ്ഞാൽ ചവിട്ടി കൂട്ടും ഞാൻ. ഇങ്ങനെ മായ നോക്കി ഇരിക്കാതെ എന്റെ സൗന്ദര്യം മൊത്തം പോവും. എന്റെ അതിരാ, നീ നടങ്ങിയിരിക്ക്. ഇതേ മര്യാദക്കാണ് മാത്രം എന്നോട് മിണ്ടാൻ വന്നാ മതി. എന്തോന്നാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തുവാടെ ഇത്? ഞാൻ വല്ല ലവേഴ്സ് പാർക്കിലാണോ വന്ന് കയറിയത്? സ്ഥലമൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ. കഴിഞ്ഞ അരമണിക്കൂറായിട്ട് ഞാനും ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടകാലത്തിന് ഞോണ്ടാനായിട്ടാണ് ആരും ഇല്ല. പിന്നെ അവക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട് ആ ബോക്സില്. എല്ലാ ബോയ് ഫ്രണ്ട്സും ഗേൾഫ്രണ്ടിന് ഐഫോൺ 17 Pro Max ഒക്കെ മേടിച്ചു കൊടുക്കുമ്പോ ഈ പട്ടിത്തണ്ടി അവക്ക് പൊടിഞ്ഞൊരു ഫോണല്ലേ കൊടുക്കുന്നത്, ഒരു പൊട്ടിപ്പോഞ്ഞ ഫോൺ. എടാ, അത് കാർത്തിയുടെ ഫോണാടാ. ശരി, അപ്പൊ നീ എന്റെ പെങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഫോൺ അല്ലേ കൊടുക്കുന്നത്? അതും തല്ലി പൊളിഞ്ഞത്. എന്റെ ഭഗവാനേ. എടാ, തലച്ചോറിന്റെ സ്ഥാനത്ത് പൊതിച്ചോറുള്ള മരത്തലയാ. കാർത്തിയുടെ ഫോണിലാ മറ്റേ ഫോട്ടോയുള്ളത്. അത് ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ ആ ഫോൺ തല്ലി പൊട്ടിച്ചു. ഇതൊക്കെ നേരത്തെ പറഞ്ഞാൽ പോലെയോ? ഞാൻ വെറുതെ ഫോറസ്റ്റ് കുറിച്ച് ചിന്തിച്ചു. പിന്നെ ഡിന്നറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അവളുടെ ഫേവറേറ്റ് സ്ട്രോബെറി കേക്കും കൂടെ വെച്ചേക്കണേ.
അപ്പൊ അവൾക്ക് മനസ്സിലാകത്തില്ലേ? ഓ, അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലടാ അതിന്. അവള് കേക്കണ്ട. അല്ല, നീ റിംഗ് ഒക്കെ സെറ്റ് ചെയ്തോ? അതിനുവേണ്ടി ഞാൻ ഒരുത്തനെ ദൂരെ ഇറക്കുമതി ചെയ്തിട്ട് അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ മിന്നായം പോലെ വന്നിട്ട് അത് സെറ്റ് ചെയ്തോണ്ട് വരാന്നൊക്കെ പറഞ്ഞാ പോയേക്കുന്നേ. എന്താവോ എന്തോ. അതേതാ പൊട്ടൻ? നമ്മുടെ ശങ്കരൻ. ഓഹോ, ആ പൊട്ടങ്കണാപ്പൻ അപ്പൊ അതിനല്ലേ വന്നത്? പിന്നല്ലാതെ ഞാൻ വിളിച്ചു വരുത്തിയതോ. എന്നാടാ, കൊറേ അലഞ്ഞിട്ടാണല്ലോ ഞാൻ സാധനം ഒപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട്. അവളെ വിളിക്കണോടാ? അയ്യോ, നിനക്ക് ബുദ്ധിമുട്ടാണെ വിളിക്കണ്ട. അല്ല, അവളില്ലാതെ എങ്ങനെയാ? ആണല്ലോ, അവളില്ലാതെ നടക്കത്തില്ലല്ലോ. മര്യാദയ്ക്ക് വിളിക്കാൻ നോക്കടാ. ഹലോ. എന്റെ നമ്പറൊക്കെ നിന്റെ ഉണ്ടോടെ? എടി, ഞാൻ നിനക്കൊരു ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. നീ അങ്ങോട്ടൊന്ന് വരാവോ? എന്തിനാടാ മരപ്പട്ടി? ഇവിടെ ഞാൻ പ്രപ്പോസലിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിന്റെ കുറച്ച് ഹെൽപ്പ് വേണമായിരുന്നു. ശരി, ഞാൻ വരാം. ഇന്നത്തോടെ എല്ലാവരും ഓർമ്മയാവും. എന്നാലും ആരായിരിക്കും അവള്?